ഇത് എൻ്റെ ഫൈബറിൻ്റെ അനലറ്റിക് ഡാഷ്ബോർഡാണ്. അപ്പോൾ ഓഗസ്റ്റ് മന്ത് എൻഡായി. നമുക്ക് നമ്മുടെ ഏണിങ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ 1,21,805 രൂപയാണ് നമുക്ക് ഓഗസ്റ്റ് മന്തിൽ ഏണിങ്സ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ മല്ലു ഫ്രീലാൻസർ പ്രീമിയം കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്ന വൺ ഓഫ് ദ ട്രെൻഡിങ് ജോബ് മാത്രമാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഫേസ്ലെസ് യൂട്യൂബ് ചാനലുകളെക്കുറിച്ചും ഫേസ്ലെസ് വീഡിയോ ഐഡിയകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള പുതിയ ഒരു ഫേസ്ലെസ് യൂട്യൂബ് ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു കണ്ടൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏണിംഗ് ആഡ്സൻസ് നിന്ന് ലഭിക്കുന്ന ഒരു നിഷ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഡിവൈസോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കണമെന്നുണ്ട്, വരുമാനം ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഫേസ് കാണിക്കാൻ വയ്യ, മുഖം കാണിക്കാതെ അല്ലെങ്കിൽ അവരുടെ വോയിസ് ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. സോ പലപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ കമൻറ്റുകൾ ഇതനുസരിച്ച് നമ്മുടെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫേസ്ലെസ് യൂട്യൂബ് വീഡിയോ ഐഡിയകൾ നമ്മുടെ ചാനൽ ത്രൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് യൂട്യൂബിനകത്ത് അക്വേറിയം വീഡിയോകൾ, അതായത് അക്വേറിയം ഫിഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള വ്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4K 8K അല്ലെങ്കിൽ നോർമൽ അക്വേറിയം HD എന്നുള്ളത് ഇന്ന് സെർച്ച് ചെയ്യാണ്, യൂട്യൂബിനകത്തൊന്ന് സെർച്ച് ചെയ്യാണ്. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വന്നിരിക്കുന്ന വീഡിയോകളുടെ വ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കണ്ടാൽ ലൈവ് പോകുന്നത് തന്നെ ഇപ്പോൾ 218 ആൾക്കാർ ലൈവ് ഇവിടെ ഒരു ചാനലിനകത്ത് ലൈവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 218 ആൾക്കാരത് കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഇവിടെ 5 years മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് 31 million, താഴേക്ക് വരുന്ന സമയത്ത് 72 6 months ago. ദെൻ 517K വ്യൂസ് 2 years മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. 532K വ്യൂസ് 2 months മുൻപ് സ്ട്രീം ചെയ്തിട്ടുള്ള ലൈവ് വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്, അതിലേക്ക് വീഡിയോകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആഡ്സൻസിൻ്റെ സൈഡിൽ നിന്ന്, അതായത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ പലപ്പോഴും ഈ അമ്മമാരൊക്കെ ചെറിയ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ റിലാക്സേഷൻ മോഡിലേക്ക്, എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുന്ന ആളുകൾ, ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകൾ, അവർക്ക് ഈ റിലാക്സേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വീഡിയോകൾ കൂടുതലായിട്ട് ആളുകൾ കാണാറുണ്ട്, ഇത്തരത്തിലുള്ള വീഡിയോകൾ. അതിലൊരു നിഷ് മാത്രമാണ് ഈ ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ. ഫിഷ് അല്ലെങ്കിൽ ഈ മീൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി, അക്വേറിയം മീനുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതിനകത്തുള്ള ഒരു നിഷ് മാത്രമാണ്. ഇതേപോലെ പല കാറ്റഗറികൾ നമുക്ക് വീഡിയോകൾ ചെയ്യാൻ പറ്റും, നേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഈ വീഡിയോകൾ നമുക്ക് 1-2 ചാനലുകൾ ഇങ്ങനെ നോക്കാം, ഇത്തരത്തിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് അത്യാവശ്യം വ്യൂസൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ഞാനിവിടെ വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ നിന്നും കുറച്ച് ചാനലുകൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 10 days മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അക്വേറിയത്തിൻ്റെ വീഡിയോ ആണ്, അക്വേറിയം വീഡിയോ ആണ്. 1.9K വ്യൂസ് വന്നിരിക്കുന്ന ഒരു ചാനൽ. അതുപോലെ ഈ ചാനലിനകത്ത് കംപ്ലീറ്റ്ലി ഇത്തരത്തിലുള്ള അക്വേറിയം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മറ്റൊരു ചാനൽ നോക്കാം. കണ്ടാൽ ഇവിടെയൊക്കെ അക്വേറിയം വീഡിയോകൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് വന്നിട്ടുണ്ട്. 84K വ്യൂസ് 10 months ago, 26K വ്യൂസ് 10 months ago. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിക്ക്. ദെൻ അടുത്തൊരു ചാനൽ, ഇവിടെയും അക്വേറിയം വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് മറ്റൊരു ചാനൽ. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഈ സീനിക് റിലാക്സേഷൻ, ഇത് നാച്ചുറലാണ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുട്ടേജുകൾ അല്ലെങ്കിൽ നാച്ചുറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് ഇവിടെ 5 days ago, അതായത് 5 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് 47K വ്യൂസ്, അതുപോലെ 12 days മുൻപ് 35K വ്യൂസ്. ഇങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ഓഡിയൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാഴ്ചക്കാർ ഇത്തരം കണ്ടൻറ്റുകൾക്കുണ്ട്, ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം മൃഗങ്ങളുടെ, സ്ഥലങ്ങളുടെ, നാച്ചുറൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ നല്ല രീതിയിൽ ആളുകൾ ഓഡിയൻസ് ഈ ചാനലുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോകൾ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നതിലൂടെ നമുക്ക് ആസ് എ ചാനൽ ഓണർ നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് നല്ല റിസൾട്ട്, നമുക്ക് നല്ല ആഡ്സൻസ് റവന്യൂ ലഭിക്കുകയും ചെയ്യും. ഇത്തരം ചാനലുകളുടെ റവന്യൂ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തു. ജസ്റ്റ് നമ്മുടെ സോഷ്യൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ ബ്ലേഡിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാലോ, നമുക്കതിൽ ടോപ്പ് കാണിക്കുന്ന, അതായത് ഏറ്റവും ഹൈ
ഏറ്റവും കൂടുതൽ റവന്യൂ കാണിക്കുന്ന ആ എമൗണ്ട് അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് $4 CPM വരുന്ന കാറ്റഗറികൾക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്. അത് $4 എല്ലാ നിഷിനും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഫിഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു അക്വേറിയം വീഡിയോകൾ എന്ന് പറയുന്നത് അതൊരു നിഷ് മാത്രമാണ്, ഒരു കാറ്റഗറി മാത്രമാണ്. ആ ഒരു കാറ്റഗറിക്ക് ലഭിക്കുന്ന CPM എമൗണ്ട് എന്ന് പറയുന്നത് $4 ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ 0.25 ആവാം, അല്ലെങ്കിൽ $1 ആവാം, $2 ആവാം, $3 ആവാം. അത് പല രാജ്യത്തുനിന്ന്, ഓരോ രാജ്യത്തുനിന്ന് വരുന്ന വ്യൂ അനുസരിച്ച് കൊണ്ട് മാറും. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിനകത്ത്, നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആഡ്സൻസ് റവന്യൂ ഉണ്ടല്ലോ, അതായിരിക്കില്ല എനിക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന്, ഇപ്പോൾ പ്രവാസികൾ പുറമെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റവന്യൂ അത് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. ഇവിടുന്ന് 1000 ആൾക്കാർ കാണുന്ന റവന്യൂ ആയിരിക്കില്ല ഗൾഫ് കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ 1000 ആൾക്കാർ കാണുമ്പോൾ എനിക്ക് ലഭിക്കുന്ന റവന്യൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഏറ്റവും ടോപ്പ് റവന്യൂ ലഭിക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് വ്യൂസ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രൈസ് ഉണ്ടല്ലോ, അതായത് 4.6K എന്ന് പറയുന്ന ഈ ഏണിങ്, അല്ലെങ്കിൽ ഇതാണ് അവരുടെ ഏണിംഗ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നാണ് വ്യൂസ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലുള്ള ഡോളറാണ്, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടാണ് ഇവിടെ ഈ ഒരു സൈഡ് നൽകിയിരിക്കുന്നത്. എസ്റ്റിമേറ്റ് മന്ത്ലി ഏണിംഗ് എന്ന് കൊടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ്, അതുകൊണ്ടല്ലോ ഇവിടെ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന, ഈ 2 എമൗണ്ടിൻ്റെ ഇടയിൽ വരുന്നൊരു ഏണിംഗ് ആയിരിക്കും ഈ ഒരു ചാനൽ മന്ത്ലി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം അതായിരിക്കും എന്നുള്ളതാണ് നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ CPM റേറ്റ് എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്ക് പല രീതിക്കായിരിക്കും, അതുപോലെ പല നിഷുകൾക്ക് ഓരോ നിഷ് അനുസരിച്ച് ചേഞ്ച് ആവും. ഇപ്പോൾ ഞാനിവിടെ അക്വേറിയം വീഡിയോ പറഞ്ഞു, ഇതായിരിക്കില്ല ഒരു ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയ്ക്ക്. അതുപോലെ നമ്മൾ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യുന്ന, ട്രാവൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ CPM എമൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഈ ഒരു പ്രൈസ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട്, ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കാരണം ഇത് ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇത് അത്രയധികം CPM റേറ്റ് കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വ്യൂസാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് 0.25 CPM വരുന്ന സമയത്ത് കിട്ടുന്ന റേറ്റാണ്. CPM ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല ആളുകളും ഡൗട്ട് ഉണ്ടായിരിക്കും. അത് യൂട്യൂബ് ആഡ്സൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും. CPM എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ ഏറ്റവും നല്ല CPM കിട്ടുന്ന, ഏറ്റവും നല്ല CPM വാല്യൂ ഉള്ള നിഷുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വ്യൂസിൽ തന്നെ കൂടുതൽ റവന്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല, കാരണം CPM എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ മീൻസ് CPM എന്ന് പറയുന്ന ഒരു ചാപ്റ്ററൊക്കെ എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. CTR CPM എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ നമുക്കിവിടെ ഈ $290 മുതൽ $4,600 വരെ ഇവരുടെ മന്ത്ലി ഏണിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ചാനലിൻ്റെ. അതായത് $290 എന്തായാലും അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് മാക്സിമം 4.6K വരെ ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാനലിൻ്റെ ഏണിംഗ്, മന്ത്ലി ഏണിംഗ് കേട്ടോ. ഒരു മാസത്തെ ഏണിംഗ് നോക്കുകയാണെങ്കിൽ അത് തന്നെ എസ്റ്റിമേറ്റഡ് ഇയർലി ഏണിംഗ് ആണെന്നുണ്ടെങ്കിൽ 3.5K to 55.7K, അതായത് $55,700 വരെ അവർക്ക് ഇയർലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ വ്യൂസ് കൗണ്ട് ഏറ്റവും ടോപ്പ് CPM വെച്ചിട്ടുള്ള കൺട്രികൾ നോക്കുന്ന സമയത്ത് അതിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തൊരു ചാനലിൻ്റെ ഏണിംഗ് നോക്കുക. ഇത് $326 മുതൽ 5.2K, $5,200 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് മന്ത്ലി ഏണിംഗ് ആണ് കേട്ടോ, മന്ത്ലി ഏണിംഗ് ആണ്, എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏണിംഗ്. സോ ഈ അക്വേറിയം റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ചാനലിൻ്റെ ഏണിംഗ് ആണ് ഈ നമ്മളിവിടെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1.6K to 24.9, ഏകദേശം $25,000 അടുത്ത് വരെ ഏൺ ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ 1.6K എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണ്ടല്ലോ ഇവിടെ 670 to $10,000. $10,000 ഒന്നും വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു $1,000 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, വേണമെന്നില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് എത്തില്ല എന്നുള്ളതൊന്നും അല്ലട്ടോ പറയുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ 10,000-ൻ്റെ മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. ഒന്നും നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ അറിയാമല്ലോ, ഏണിംഗ് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് ഇത്തരം വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് $1,000, $2,000, $3,000 നിങ്ങൾക്ക് മന്ത്ലി ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇത്തരം ചാനലുകൾ തുടങ്ങുന്നത് വഴി. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു $1,000 ആണെങ്കിൽ പോലും, ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് അനുസരിച്ചിട്ട് $1,000 ആണെന്നുണ്ടെങ്കിൽ $83,335
രൂപ, ഏകദേശം 80,000 രൂപയെങ്കിലും നമുക്ക് ഇത്തരം ഒരു ചാനലിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി എല്ലാ മാസം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഇൻകം തന്നെയല്ലേ. നമുക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു വരുമാനമുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരു ചാനലിനെ സക്സസ് ആക്കി എടുത്തിട്ട് അതിൽ നിന്നും ഒരു 80,000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അവിടെ നമുക്ക് വേണ്ടത് ഇത്രയുള്ളൂ, നമ്മുടെ ഹാർഡ് വർക്ക്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത്തരം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല, ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടെന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ, സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വേണം. സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാൻവ എന്ന് പറയുന്ന വെബ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ക്യാൻവ എന്ന് പറയുന്ന AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം വീഡിയോകൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യാൻവയിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് പോയതിന് ശേഷം ഇവിടെ വീഡിയോസ് എന്നുള്ളത് കാണാം. ഓക്കെ, ഞാനിപ്പോൾ കമ്പ്യൂട്ടറിനകത്തായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണുന്നത്. മൊബൈലിലാകുമ്പോൾ ഇത് ചേഞ്ച് ആവും, ഏകദേശം ഇൻ്റർഫേസ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചേഞ്ച് ആവുന്നതെന്നുണ്ടായിരിക്കുള്ളൂ. കണ്ടൻറ്റുകളൊക്കെ സെയിം ആയിട്ട് മൊബൈൽ ഫോണിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. ഇവിടെ വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് വരികയാണ്. അപ്പോൾ ഇവിടെ ഓരോ സൈസുകളാണ് ഈ കാണിക്കുന്നത്, വീഡിയോ, അതുപോലെ മൊബൈൽ വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റഗ്രാം റീൽ, ടിക്ടോക്ക് വീഡിയോ. ഞാൻ നമ്മുടെ ഫൈവറിൻ്റെ വീഡിയോകൾ ചെയ്തിരുന്ന സമയത്ത് ക്യാൻവ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഫൈവറിനകത്ത് ഒരുപാട് ജോലികൾ നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഈ ഫേസ്ബുക്ക് വീഡിയോ എന്നുള്ളത് മാത്രം എടുത്തു നോക്കാം. ഐ വിൽ ക്രിയേറ്റ് ഫേസ്ബുക്ക് വീഡിയോ ഫോർ യുവർ ബിസിനസ്. അങ്ങനെ ഒരു ഗിഗ് നമ്മൾ ഫൈവറിനകത്ത് ക്രിയേറ്റ് ചെയ്യും, ഒന്നല്ല ഒരുപാട് ഗിഗുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർ നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തരുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നു, ദെൻ ഔട്ട് എടുത്തിട്ട് ഫൈവറിനകത്ത് നമ്മുടെ ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ജോലികൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം, കണ്ടല്ലോ. ഈ വീഡിയോ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ടെംപ്ലേറ്റ്, ഇതിലാണ് നമ്മൾ ഈ യൂട്യൂബിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഈ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ട്. ടെംപ്ലേറ്റുകൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി കുറേ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലാങ്ക് ആയിട്ട് വളരെ ഒരു അധിക കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ അധിക ഫൂട്ടേജുകളൊന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വർക്ക് സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യണം. നമുക്ക് വേണ്ട കണ്ടൻറ്റ് എന്താണ്, അക്വേറിയം വീഡിയോസ് ആണ്, അല്ലേ, അക്വേറിയം അല്ലെങ്കിൽ ഫിഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ എലമെൻറ്റ്സിലേക്ക് പോവുക. ഇവിടെ ഈ എലമെൻറ്റ്സിലേക്ക് പോയതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോട്ടോസിൻ്റെ താഴെയായിട്ട് വീഡിയോസ്. ഈ വീഡിയോസിൽ ഇവിടെ നമുക്ക് സെർച്ച് വീഡിയോസ് എന്ന് പറയുന്നൊരു സെർച്ച് ബോക്സ് നമുക്കിവിടെ കാണാമല്ലോ. ഇതിനകത്ത് ഒന്നെങ്കിൽ ഫിഷ് എന്നോ അല്ലെങ്കിൽ അക്വേറിയം എന്നോ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫിഷ് എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണ്. സോ ഫിഷ് എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് കുറച്ച് വീഡിയോകൾ ഇതിലേക്ക് നമ്മുടെ വർക്ക് സ്പേസിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ജസ്റ്റ് അത് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ അടുത്തത് ആഡ് പേജ് എന്നുള്ളത് കൊടുക്കാം. അതായത് അടുത്തൊരു വീഡിയോ കൂടി നമുക്ക് സെയിം ഫുട്ടേജിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് വീഡിയോ കൊടുത്തതിന് ശേഷം അടുത്ത ഒരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തു. ദെൻ അതും നേരത്തെ ചെയ്തതുപോലെ അത് പ്ലേസ് ചെയ്ത് വയ്ക്കുന്നു. നെക്സ്റ്റ് വീണ്ടും ആഡ് വീഡിയോ കൊടുക്കുന്നു. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര ലെങ്ത് ആയിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ടൈം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നമുക്ക് വേണ്ട നമ്മുടെ ടൈം കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം വീഡിയോകൾ ക്രിയേറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. അത് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഡെയിലി നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ പേജുകൾ ആഡ് ചെയ്തതിന് ശേഷം മാക്സിമം ലെങ്ത്ത് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. നമുക്ക് ഡൗൺലോഡ് കൊടുത്ത് MP4 തന്നെ ആയിക്കോട്ടെ, MP4 ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കിവിടെ ഈ ഓൾ പേജസ് എന്നുള്ളത് കണ്ടല്ലോ, ഇവിടെ ഈ പേജ് 1, 2, 3 ഇങ്ങനെ ഓരോന്നായിട്ട് വേണോ അതല്ല എല്ലാം ഒന്നിച്ച് വേണോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ 1 to 3 എന്നുള്ളത് തന്നെ കൊടുക്കുക കേട്ടോ, ഓൾ പേജസ് എന്നുള്ളത് കൊടുക്കുക. കാരണം നമുക്കതൊരു സിംഗിൾ ഫയലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫുട്ടേജ്
നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫൂട്ടേജ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ലെങ്ത് ആക്കിയിട്ട് നിങ്ങൾ ഔട്ട് എടുക്കാൻ ശ്രമിക്കുക, കുറച്ച് ലെങ്ത് ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഔട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 2K അല്ലെങ്കിൽ 4K ക്ലാരിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഔട്ട് എടുക്കാം. അത് എനിക്ക് തോന്നുന്നു പ്രീമിയം വേർഷൻ ആയിരിക്കും 4Kയിൽ ഔട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. അതർവൈസ് നിങ്ങൾക്ക് 180യിൽ ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, 180യിൽ തന്നെ ഔട്ട് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പ്രീമിയം വേർഷന് ആണെന്നുണ്ടെങ്കിൽ 4Kയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട് എടുക്കാം. 4Kയിൽ ഔട്ട് എടുത്തിട്ട് 4K എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ 4K അതുപോലെ 8K എന്നൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ 4K ഔട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയ്ക്കകത്ത് തന്നെ ഔട്ട് എടുക്കാൻ പറ്റും. ക്യാൻവയിൽ തന്നെ നമുക്ക് 4K UHDയിൽ അൾട്രാ HDയിൽ നമുക്ക് ആ വീഡിയോ ഔട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതല്ലാതെ നമുക്ക് ഇനി ഇത് കുറച്ചുകൂടി ഭംഗിയാക്കണം, ഈ എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതിന് ട്രാൻസിഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഓരോ വീഡിയോൻ്റെ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത്, ഒരു വീഡിയോ കഴിഞ്ഞ് മറ്റേ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യാം, താഴെ നമ്മുടെ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ട്രാൻസിഷൻ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ കണ്ടല്ലോ, ഒരു വീഡിയോ നിന്ന് മറ്റേ വീഡിയോ എങ്ങനെ വരണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വിച്ച് മീൻസ് ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയുന്ന അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഐഡിയ ഉള്ള ആളുകൾക്ക് വളരെ ഭംഗിയായിട്ടുള്ള വീഡിയോസ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് സാരം. നമുക്ക് ചെറിയ ചെറിയ ട്രാൻസിഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഒരു വീഡിയോ എൻഡാവും, എന്നിട്ട് അടുത്ത വീഡിയോ യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും ഇവിടെ ഞാൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇപ്പോൾ ഇവിടെ ഞാൻ അധികം എഡിറ്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോകൾ മതി. അത് ഓവറായിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം എഡിറ്റിങ്ങിലേക്ക് വരാത്തത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ വെച്ചിട്ട് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര്, ഓക്കെ, നിങ്ങളുടെ ചാനലിൻ്റെ പേര് അത് ഒരു ഹെഡിങ് മോഡൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇത്തരത്തിലൊരു ആഡ് ഹെഡിങ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് കൊടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ട ഏരിയ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര് നൽകിയിട്ട് അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് സെൽഫായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്കിതൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്വർക്ക് അതുപോലെ ഫൈവർ പോലുള്ള വെബ്സൈറ്റുകൾ നോക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യൂട്യൂബിൻ്റെ SEO എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, വെറുതെ കുറേ വീഡിയോകൾ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള SEO വൈസ് ആയിരിക്കണം നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ SEOയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ബുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് SEO എന്നോ മറ്റൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരുന്നുണ്ടായിരിക്കും. അത് ഫ്രീ ആയിട്ടുള്ളൊരു PDF ബുക്കാണ്. അതിനകത്ത് എങ്ങനെ നമുക്ക് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു നോട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ പ്രീമിയം മെമ്പർഷിപ്പ്, ഞാൻ നേരത്തെ കുറച്ച് മുൻപ് നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങളൊരു റിവ്യൂ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് റിവ്യൂകൾ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിൻ്റെ റിവ്യൂകൾ വരുന്നുണ്ട്. പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ലൈവായി നടത്തുന്ന ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. 5 പേരടങ്ങുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഓൺലൈൻ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഡയറക്റ്റ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഫ്രീലാൻസിങ് വരുന്നുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള ഫേസ്ലെസ് യൂട്യൂബ് ചാനലുകൾ, അതിൻ്റെ SEO ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് അവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ദെൻ അതുപോലെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്, Etsy പോലുള്ള സൈറ്റുകളും അതല്ലാതെ നമുക്ക് ലോക്കലി നമ്മുടെ രാജ്യത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് സെക്ഷനുകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഓൺലൈനിൽ നിന്നും ഒരു റവന്യൂ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആ റിവ്യൂവിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ റിവ്യൂ വീഡിയോ കണ്ടിരുന്നല്ലോ. ഞാൻ എന്തായാലും വീഡിയോ എൻ്റെ ആവുന്ന സമയത്ത് ഒന്നുകൂടി ഇടാം. ആ വീഡിയോയിൽ കാണുന്ന പോലെ അത്തരത്തിൽ സീരിയസ് ആയിട്ടൊരു ഇൻകം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, സീരിയസ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് നല്ല റവന്യൂ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ പ്രീമിയം മെമ്പർഷിപ്പിലേക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് എൻ്റെ ഫൈവറിൻ്റെ അനാലിറ്റിക് ഡാഷ്ബോർഡാണ്. അപ്പോൾ ഓഗസ്റ്റ് മന്ത് എൻഡായി.
നമുക്ക് നമ്മുടെ ഏണിങ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ 1,21,805 രൂപയാണ് നമുക്ക് ഓഗസ്റ്റ് മന്തിൽ ഏണിങ്സ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ മല്ലു ഫ്രീലാൻസർ പ്രീമിയം കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കണം വൺ ഓഫ് ദ ട്രെൻഡിങ് ജോബ് മാത്രമാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.